നമസ്കാരം, ഞാൻ മനോജ് നെടിയാക്കൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ വേനൽക്കാലമായിരിക്കുകയാണ്. നമ്മുടെ റബ്ബർ മരത്തിൽ ഇട്ടിരിക്കുന്ന റെയിൻ ഗാർഡ് മാറ്റേണ്ട സമയമായിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ വേനൽക്കാലമായി കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ റബ്ബർ മരത്തിൻ്റെ ഇലയെല്ലാം പൊഴിഞ്ഞ് ഈ സൂര്യപ്രകാശം നേരിട്ട് ഈ ഷേഡിലോട്ട് അടിക്കുകയാണ്. അപ്പോൾ അങ്ങനെ നേരിട്ട് സൂര്യപ്രകാശം അടിച്ചു കഴിഞ്ഞാൽ ഈ ഷേഡ് പൊട്ടിപ്പോകാനുള്ള സാധ്യതയാണ്. അപ്പോൾ പച്ച നിറത്തിലുള്ള ഷെയ്ഡാണെങ്കിൽ പെട്ടെന്ന് പൊട്ടിപ്പോകുന്നുണ്ട്. ഇപ്പം പുതിയ ടൈപ്പാണെന്നുണ്ടെങ്കിൽ അത്ര പൊട്ടിപ്പോകുന്നില്ലെങ്കിലും നമുക്ക് കാലാവധി കൂടുതൽ കിട്ടുകയില്ല. നമ്മൾ വർഷങ്ങളായിട്ട് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ച് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്തിനാണ് ഈ റെയിൻ ഗാർഡ് ഇട്ടിരിക്കുന്നത്? നമുക്ക് മഴ സമയത്ത് ടാപ്പിംഗ് ചെയ്യാനും നമ്മുടെ ഈ പട്ട നനയാതിരിക്കാൻ വേണ്ടിയിട്ടല്ലേ. അപ്പോൾ നമ്മുടെ ആവശ്യം കഴിഞ്ഞപ്പോൾ നമുക്കിതങ്ങ് ഇളക്കി വെച്ചുകൂടെ? ചിലർ ചോദിക്കും, എന്തിനാണ് ഇത് ഇളക്കി വെക്കുന്നത്, അല്ലെങ്കിൽ 2-3 വർഷം ഇങ്ങനെ അങ്ങ് ഇട്ടൂടെ എന്ന് വിചാരിക്കും. അടുത്ത പ്രാവശ്യം റെയിൻ ഗാർഡ് ചെയ്യേണ്ടല്ലെന്ന് പറയും. പക്ഷേ അങ്ങനെ നമ്മൾ വർഷങ്ങൾ ഉപയോഗിക്കാനായിട്ട് പറ്റില്ല. അപ്പം ഒരു വർഷം കഴിയുമ്പോഴത്തേക്ക് മരത്തിന് വണ്ണം വെക്കും. അപ്പോൾ ഈ പട്ടയിൽ പൊട്ടൽ വീഴാൻ സാധ്യതയാകും. അപ്പോൾ അതിൽ കൂടെ ചോർച്ച വരും. അപ്പോൾ അതാണ് വീണ്ടും നമ്മൾ വർഷം ഈ റെയിൻ ഗാർഡിങ് ചെയ്യുന്നത്. അല്ലെങ്കിൽ പിന്നെ അങ്ങനെ ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് 5 വർഷം കൂടുമ്പം വല്ലതും റെയിൻ ഗാർഡിങ് ചെയ്താൽ മതിയായിരുന്നു. പക്ഷേ നമ്മുടെ മരം വണ്ണം വെക്കുമ്പോൾ നമ്മുടെ ചോർച്ച ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടാവേണ്ട നമ്മൾ വർഷം ഇത് ഇളക്കി വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇല പൊഴിയുന്ന സമയത്താണ് ഇത് ഇളക്കി വെക്കേണ്ടത്. പിന്നെ അതിന് ശേഷം നമ്മൾ ജൂൺ മാസമാകുമ്പോൾ വീണ്ടും നമ്മൾ റെയിൻ ഗാർഡിങ് ചെയ്യും. അപ്പോൾ അത് ഒന്നാമത്തെ കാര്യം. നമ്മൾ ഈ റബ്ബർ മരത്തിന് ഈ ഷെയ്ഡ് ഇളക്കി വെച്ചിരുന്നുണ്ടെങ്കിൽ ആ റബ്ബർ മരത്തിന് എന്തുകൊണ്ടും നല്ലതല്ല എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. ഞാൻ റെയിൻ ഗാർഡിങ് ചെയ്യുന്ന വീഡിയോ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കണ്ടാലറിയാം എന്തുമാത്രം ടൈറ്റാക്കിയാണ് ഞാൻ നാട പിടിച്ച് വലിച്ചടിക്കുന്നത്. വീഡിയോയിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. അത്രയേറെ ടൈറ്റിലാണ് ഇത് അടിച്ചു വെക്കുന്നത്. അപ്പോൾ അത് വളരെയേറെ ബുദ്ധിമുട്ടാണ് റബ്ബർ മരത്തിന്. അപ്പോൾ നമ്മൾ ഈ റബ്ബർ മരത്തിലെ ഈ നാടയും ഈ പ്ലാസ്റ്റിക്കൊക്കെ ഇളക്കി കളയണം. അത് തന്നെയല്ല, നമ്മുടെ ഈ റബ്ബർ മരത്തിൽ നമ്മൾ റെയിൻ ഗാർഡിങ് ചെയ്യുമ്പോൾ നമ്മൾ ഒരു മരത്തെ ഒരു 10-12 പിന്ന് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളത് ഇളക്കി കളഞ്ഞില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നീട് അവിടെ ടാപ്പി ചെയ്യുന്ന സമയത്ത് നമ്മുടെ കത്തിയുടെ മൂർച്ച പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ മൂർച്ച പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പശ ഇളക്കി കളയേണ്ടത് ആവശ്യമാണ്. പശ മൊത്തം പോകണമെന്നില്ല, നമ്മുടെ അതിൽ പിന്നെ ഇളകി പോകണം. നമ്മുടെ പട്ടയിലുള്ള ആ പിന്നെ ഇളക്കി പോകേണ്ടതാണ്. അല്ലെങ്കിൽ നമുക്കവിടെ ടാപ്പിംഗ് ചെയ്യാൻ ബുദ്ധിമുട്ടായിട്ട് വരും. അപ്പോൾ എൻ്റെ ഒരു അനുഭവം വെച്ചാണ് പറയുന്നത്. അപ്പോൾ ചില തോട്ടങ്ങൾ നമ്മൾ കാണാറുണ്ട്, ഇതൊന്നും ചെയ്യാതെ ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഷെയ്ഡ് ഇളക്കത്തില്ല, പ്ലാസ്റ്റിക് ഇളക്കത്തില്ല, ചെത്തത്തുമില്ല, ഇങ്ങനെ വെറുതെ നിർത്തിയിരിക്കുന്ന തോട്ടങ്ങൾ ഒരുപാട് നമുക്ക് കാണാറുണ്ട്. പക്ഷേ അത് ശരിയായ ഒരു രീതിയല്ല. നമുക്കെന്താണ്, നമ്മുടെ ആവശ്യം കഴിഞ്ഞ ശേഷം നമ്മൾ ഇത് ഇളക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പം ഇത് വളരെ നിസ്സാരമായിട്ട് ചെയ്യാവുന്നതാണ്. ഷെയ്ഡ് ഇളക്കുന്നതിന് പ്രത്യേകിച്ച് ഇനി ആരെയും നിർത്തേണ്ട ആവശ്യമില്ല. അപ്പം ഞാൻ ഷെയ്ഡ് എങ്ങനെ നല്ല വൃത്തിയായിട്ട് ഇളക്കാമെന്നുള്ളത് ഞാനിപ്പം കാണിച്ചു തരാം. പിന്നെ അതിനോടൊപ്പം തന്നെ ഈ പശ എങ്ങനെ ചെത്തിക്കളയണമെന്നും ഞാൻ കാണിച്ചു തരാം. അത് നമുക്ക് വീട്ടുകാർക്ക് സ്വന്തമായിട്ട് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പം ഒരു 10-300 മരമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഒറ്റ ദിവസം കൊണ്ട് ചെയ്യേണ്ട കാര്യമല്ല അത്. അപ്പം നമുക്ക് ഒരു ദിവസം ഒരു 10-25 മരം വെച്ച് നമുക്കിങ്ങനെ ചെയ്താലും മതി. അപ്പം നമുക്കൊരു എക്സർസൈസ് ആവുകയും ചെയ്യും. നമ്മൾ ഒറ്റ ദിവസം കൊണ്ട് ഇത് തീർക്കേണ്ട ആവശ്യമില്ല. അപ്പം നമ്മൾ 2-3-4 ദിവസം കൊണ്ട് ഇത് ചെയ്ത് തീർത്താലും മതി. അപ്പോൾ നമ്മൾ റെയിൻ ഗാർഡിങ് ആകുമ്പോൾ നമ്മൾ ഒറ്റ ദിവസം കൊണ്ട് തന്നെ നമ്മൾ ഈ പരിപാടി തീർക്കേണ്ടതായിട്ട് വരും. അതേപോലെ നമ്മൾ ഈ ഷെയ്ഡ് ഇളക്കി കളയേണ്ടത് ഒരു ദിവസം കൊണ്ട് തീർക്കേണ്ടതില്ല. അപ്പം നമുക്ക് സമയ സൗകര്യം അനുസരിച്ച് നമുക്ക് ഈ ഇല പൊഴിയുന്നതിന് മുമ്പ്, ഇല പൂർണ്ണമായിട്ട് പൊഴിയുന്നതിന് മുമ്പ് നമ്മൾ ഇളക്കിയിട്ട് ഇത് തണലത്ത് സൂക്ഷിക്കണം. അല്ല ചുമ്മാ വലിച്ചു വാരി കൊണ്ട് കളഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ നല്ല തണലുള്ള സ്ഥലത്ത് നമ്മൾ ഈ ഷെയ്ഡ് കൊണ്ട് സൂക്ഷിച്ച് വെക്കേണ്ടതാണ്. എന്നാൽ നമുക്ക് ഷെയ്ഡ് ഇളക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ഷെയ്ഡ് ഇളക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഈ ഷെയ്ഡ് ഫിറ്റ് ചെയ്യുന്ന പറഞ്ഞാൽ നമ്മൾ ഇടത് സൈഡിൽ നിന്നായിരിക്കും നമ്മൾ ഈ ഷെയ്ഡ് ഫിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ വലത് സൈഡിൽ ടാപ്പ് ചെയ്യും, ഇടത് സൈഡിൽ നിന്നായിരിക്കും തുടങ്ങിയിരിക്കുന്നത്. നമ്മൾ എവിടെ ജോയിൻ്റ് എന്നുള്ള അവിടെ നിന്നാണ് നമ്മൾ തുടങ്ങേണ്ടത്. കാണിച്ചു തരാം. ആദ്യം നമുക്ക് 4 ഇഞ്ച് പ്ലാസ്റ്റിക് ഒന്ന് പൊക്കി വെച്ചിട്ട് വേണ്ടേ, ഇവിടെയാണ് ജോയിൻ്റ് തുടങ്ങുന്നത്. ഇവിടെ ജോയിൻ്റ് വരുന്നത് ഈ ജോയിൻറ്റിൽ ഈ സൈഡിൽ നിന്ന് ഒന്ന് വലിച്ചു കൊടുത്താൽ മതി. ചെറുതായിട്ട് വലിച്ചാൽ വേണ്ട, ഇളക്കി. അതുപോലെ ഇപ്പുറത്തെ ജോയിൻറ്റും ഒന്ന് വലിച്ചു കൊടുക്കുക. അതിനുശേഷം മുൻവശത്ത് വന്നിട്ട് ഇങ്ങനെ വലിച്ചാൽ മതി. ഇത്രയുള്ള സംഭവം. അപ്പോൾ നമ്മുടെ ഷെയ്ഡിന് ഒരു കുഴപ്പവും പറ്റിയിട്ടില്ല. കണ്ടോ, എങ്ങും പൊട്ടിയിട്ടുമില്ല, കറക്റ്റായിട്ട് കിട്ടി. അടുത്തൊരു മരം അവിടെ ഇളക്കം നോക്കാം. ഇവിടെയാണ് നമ്മുടെ ജോയിൻറ്റ് വരുന്നത്. ഈ 4 ഇഞ്ച് പ്ലാസ്റ്റിക് പൊക്കി വെച്ചിട്ട് ഈ ജോയിൻറ്റിൻ്റെ അറ്റത്തിൽ ഇങ്ങനെ പിടിച്ചിങ്ങനെ വലിച്ചു കൊടുക്കുക. അതിനുശേഷം ഇപ്പുറത്തെ ജോയിൻറ്റിലും പിടിച്ചിങ്ങനെ വലിക്കുക. അതിനുശേഷം ഈ മുൻവശത്ത് നിങ്ങൾ വലിച്ചാൽ മതി.
ഇങ്ങനെയാണ് നമുക്ക് നല്ല രീതിയിൽ നമുക്ക് പിന്നെ ഒരു കുഴപ്പമില്ല, നമ്മുടെ ഷെയ്ഡ് ഇളക്കി കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് തന്നെ ഷെയ്ഡ് ഇളക്കി എടുക്കാവുന്നതാണ്. ഇനി ഈ 4 ഇഞ്ച് പ്ലാസ്റ്റിക് ഇളക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതേപോലെ നമ്മൾ 4 ഇഞ്ച് പ്ലാസ്റ്റിക് ഇളക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്ലാസ്റ്റിക് ഇങ്ങനെ ചുമ്മാതെ ഇടയ്ക്ക് പിടിച്ച് വലിച്ചിട്ട് കാര്യമില്ല, ഇങ്ങനെ ഇളകി വരത്തില്ല. അപ്പോൾ അത് എങ്ങനെ ഇളക്കേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പം അത് നമ്മൾ തുടങ്ങിയിരിക്കുന്നത് ഇതിൻ്റെ ഇടത് സൈഡിലായിരിക്കും ജോയിൻറ്റ് വരുന്നത്. ഈ ജോയിൻറ്റ് വരുന്ന ഈ വശത്ത് ആദ്യം ഏറ്റവും മേളിൽ കാണുന്ന ജോയിൻ്റെ വശത്ത് ഇത് രണ്ടും കൂടെ ചേർത്ത് ഇങ്ങനെ വലിച്ചു കൊടുക്കുക, ചെറുതായിട്ട് വലിക്കുക. നമ്മൾ ഷെയ്ഡ് ഇളക്കിയതുപോലെ തന്നെ ഈ സൈഡ് വലിച്ചു കൊടുക്കുക. എന്നിട്ട് ഇപ്പുറത്തെ ജോയിൻറ്റും ഇങ്ങനെ വലിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മളിങ്ങനെ വലിച്ചിളക്കുക. അപ്പോൾ നമ്മളത് പ്ലാസ്റ്റിക് ഇളകി കിട്ടിയിട്ടുണ്ട്. നമുക്ക് അടുത്തൊരു മരം കൂടെ നോക്കാം. അതും ഇതുപോലെ ജോയിൻറ്റിലാണ് നമ്മൾ തുടങ്ങേണ്ടത്. ഇടയ്ക്ക് പിടിച്ച് വലിക്കരുത്, ഇളകി വരത്തില്ല. ഈ ജോയിൻറ്റിൽ തന്നെ പിടിക്കണം. അവസാനിച്ച ഭാഗമാണ് അതുണ്ടോ ഈ ജോയിൻ്റ് ഉണ്ട്. ആദ്യം നമ്മൾ ഈ നാടയൊന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിങ്ങനെ വലിച്ചാൽ മതി. നമ്മൾ എന്നിട്ട് ഈ ജോയിൻറ്റ് ഇങ്ങോട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഇത് രണ്ടും കൂടെ ഒന്നിച്ച് പിടിക്കണം. ഒന്നിച്ച് പിടിക്കുക. അതങ്ങോട്ടും പിടിച്ച് ഇത് ഇങ്ങോട്ടും പിടിക്കുക. ഇത് രണ്ടും കൂടി ഇങ്ങോട്ടും പിടിക്കുക. കണ്ടോ, നമ്മൾ വളരെ എളുപ്പത്തിൽ ഇത് ഇളക്കി. ഇത് കണ്ടോ, ഈ പശയും ഈ പ്ലാസ്റ്റിക്കും യാതൊരു ബന്ധവുമില്ല. ഇത് കണ്ടോ, ഈ പ്ലാസ്റ്റിക്കിൽ ഈ പശ പിടിച്ചിട്ട് പോലുമില്ല. ഈ പിന്നിൻ്റെ ബലത്തിലാണ് ഈ പ്ലാസ്റ്റിക് ഇരിക്കുന്നത്. അല്ലാതെ ചിലർ വിചാരിക്കും ഈ പശയിൽ ഇത് ഒട്ടുമെന്ന് വിചാരിക്കും. പക്ഷേ പശയിൽ ഈ പ്ലാസ്റ്റിക് ഒട്ടത്തില്ല. ഇത് കണ്ടോ, ഒട്ടിയിട്ടേ ഇല്ല. അപ്പോൾ ഈ പിന്നിൻ്റെ ബലത്തിലാണ് ഇതിരിക്കുന്നത്, ചോരാതിരിക്കുന്നതും. അതിനാണ് നല്ല രീതിയിൽ പിന്നടിക്കണം എന്ന് പറയുന്നത്. അപ്പോൾ കണ്ടില്ലേ, ഇതിപ്പോൾ എല്ലാ പിന്നും ഇളയുന്നില്ല. ഇതിങ്ങനെയൊക്കെ പിന്നിരിക്കും. നമ്മളിത് ചെത്തിക്കളഞ്ഞില്ലെന്നുണ്ടെങ്കിൽ ഈ പിന്നിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് കണ്ടോ, ഇടയ്ക്കൊക്കെ പിന്നിരിപ്പുണ്ട്. ഈ പിന്നിരുന്ന് കഴിഞ്ഞാൽ നമ്മളിവിടെ ഈ സൈഡ് ടാപ്പിങ് കഴിഞ്ഞ് ഈ സൈഡ് ടാപ്പിങ് വരുമ്പോഴത്തേക്ക് നമ്മുടെ കത്തിയുടെ മൂർച്ച പോവും. നമ്മൾ പോലും അറിയത്തില്ല. ഈ പിന്ന് അവിടെ ഇരിക്കും, വർഷങ്ങൾ അവിടെ ഇരിക്കും. അപ്പോൾ നമ്മൾ ഇവിടെ വരുമ്പോഴത്തേക്ക് നമ്മുടെ കത്തിയുടെ മൂർച്ച നല്ല കാരണമാകുന്നു. ഇനി ഇതെങ്ങനെ ഇളക്കി കളയെന്ന് പറയാം. പശ മൊത്തം ഇളക്കി കളയേണ്ട ആവശ്യമില്ല, നമ്മുടെ പിന്നെ ഇളകി പോകണം. അതാണ് പ്രധാനം. അപ്പോൾ നമുക്ക് എങ്ങനെ ഇളക്കി കളയെന്ന് നോക്കാം. ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു വെട്ടുകത്തിയാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ചീക്കെടുക്കുന്ന ചീക്കെടുക്കുന്ന കത്തിയുണ്ട്. പക്ഷേ അതിനേക്കായി എളുപ്പമായിട്ട് ഉള്ളത് ഇത് ഉണക്ക സമയത്തൊക്കെ ചീക്കെടുക്കുന്ന കത്തി പിടിച്ചു കഴിഞ്ഞാൽ ഇത്ര സിമ്പിളായിട്ട് കിട്ടത്തില്ല. ഇതായിരിക്കും സിമ്പിള്. ഇപ്പോൾ എല്ലാവരുടെയും ഈ ചീക്കെടുക്കുന്ന കത്തി ഉണ്ടാവണമെന്നില്ല. അപ്പോൾ എല്ലാവരുടെയും വീട്ടിൽ ഇതുപോലൊരു കൊടുവാൾ കാണും, ഒരു വെട്ടുകത്തി കാണും. ഇത് വെച്ചാൽ നമുക്കൊന്ന് ചെറുതായിട്ട് നൈസായിട്ടൊന്ന് പിടിച്ചാൽ മതി. എന്തുണ്ടോ, നമുക്ക് ഈ മെയിനായിട്ട് നമുക്ക് ഈ പിന്നെ ഇളകി വരണം. ഉണ്ടോ, ഇങ്ങനെ പിടിച്ചാൽ മതി. ഈ പിന്നുള്ള ഭാഗം പിന്നെ ഇളകി പോകണം നമുക്ക്. ഉണ്ടോ, ഇത് കണ്ടോ, ഈ പിന്നെ നമുക്ക് ഇളകി പോകണം. പിന്നെ ഇളകി പോകത്തക്ക രീതിയിൽ നമുക്കൊന്ന് ചിരണ്ടി കൊടുത്താൽ മതി. എന്താ, അപ്പോൾ നമുക്ക് ഇത്രയും ചെയ്താൽ മതി. ഇപ്പം നമ്മുടെ പിന്ന് പോയിട്ടുണ്ട്. നമ്മൾ പശയെല്ലാം വൃത്തിയാക്കി നിരപ്പാക്കണമെന്നില്ല. നമ്മുടെ പിന്നെ ഇളകി പോകണം. നമ്മുടെ പിന്നെല്ലാം ഇളകി പോയിട്ടുണ്ട്. ഇപ്പം ഇത്രയും ചെയ്താൽ മതി. നമുക്കെന്താ അടുത്തൊരു മരം കൂടെ നോക്കാം. പിന്നെ അടുത്ത ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പശ ഇളക്കി കളയുമ്പോൾ നമ്മൾ ഈ വെട്ടുന്ന പട്ടയിലാണെന്നുണ്ടെങ്കിൽ നമുക്കിത് ഇളക്കി കളയുമ്പോൾ നമ്മുടെ പട്ട മുറിഞ്ഞു പോകാൻ കാരണമാകുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഭാഗത്തൊക്കെ നമ്മൾ വളരെ സൂക്ഷിച്ച് വേണം ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ സാധാരണ ഷെയ്ഡ് ഇടുമ്പോഴെന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഷെയ്ഡിൽ നിന്നും ഏകദേശം കുറച്ച് പൊക്കിയാണ് നമ്മൾ ഈ പശ തേക്കുന്നതൊക്കെ. അപ്പോൾ അതുകൊണ്ട് നമ്മളവിടെ ചിരണ്ടിയാലും നമ്മുടെ പട്ടയ്ക്ക് ദോഷമില്ല. അപ്പോൾ ഒരു മരം അവിടെ നമുക്ക് നോക്കാം.
അപ്പോൾ നമ്മുടെ വെട്ടുപട്ടയിലാണ് നമ്മൾ ഈ പശ തേച്ചിരിക്കുന്നുണ്ടെങ്കിൽ പട്ടയ്ക്ക് ഒരുപാട് കനമൊന്നും കാണത്തൊന്നുമില്ല. അവിടെ നമ്മൾ ചെത്തുമ്പോൾ നമ്മൾ പിന്നെ ഇളകി പോകുന്ന രീതി മാത്രം ചെയ്യുന്നത്. ഒരുപാടിട്ട് ചെത്തണ്ട, അപ്പോൾ പാൽ ഇത് ഒലിക്കാനുള്ള കാരണമാകുന്നുണ്ട്. ഇനി നമുക്ക് പ്ലാസ്റ്റിക് ഇട്ടിരിക്കുന്നത് നമുക്ക് എങ്ങനെ ഇളക്കുന്നതെന്ന് നോക്കാം. ഈ പ്ലാസ്റ്റിക് ആണ്ട് ഈ മരത്തിലാണ്ട് ഈ പട്ടയിൽ ഇങ്ങനെ അവിഞ്ഞ് കിടക്കുകയാണ്. ഇത് കൂടുതൽ ചൂടടിക്കാൻ കാരണമാകുന്നുണ്ട്, പട്ട അവിഞ്ഞു പോകാനുള്ള കാരണമാകുന്നുണ്ട്. അപ്പോൾ നമുക്കിത് എന്തുകൊണ്ട് ഇളക്കി കളയുന്നത് നല്ലത് തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഇളക്കുന്നത് നോക്കാം. അതാണ് ഇവിടെ അത് ഇതുപോലെ ജോയിൻറ്റ് പിടിക്കുക. ജോയിൻറ്റ് പിടിച്ചിങ്ങനെ വലിച്ചാൽ മതി. രണ്ടും കൂടെ ചേർത്ത് നാടയും ഈ പ്ലാസ്റ്റിക്കും കൂടെ ചേർത്ത് ഇങ്ങനെ പിടിച്ചാൽ മതിയായിരിക്കും. ഇത്രയുള്ള സംഭവം മൊത്തം ഇളകി വന്ന് പ്ലാസ്റ്റിക്കെല്ലാം ഇളകി വന്നു. അപ്പോൾ നമ്മൾ ഷെയ്ഡ് ഇടുന്ന രീതിയിലല്ല നമ്മൾ പ്ലാസ്റ്റിക് ഇടുന്നത്. അത് നമ്മൾ പട്ടയോട് ചേർത്ത്, അതായത് നമ്മൾ വെട്ടുന്ന പട്ടയ്ക്ക് ഒരു 2 ഇഞ്ച് മുകളിലായിട്ടാണ് നമ്മൾ ഈ പശ തേക്കുന്നതും പ്ലാസ്റ്റിക് ഒട്ടിച്ച് കൊടുക്കുന്നതും. അപ്പോൾ ആ വെട്ടുപട്ടയിൽ നമ്മൾ ഈ പശ ചിരണ്ടിക്കളയുമ്പോൾ വളരെ ശ്രദ്ധിച്ച് കാണിക്കണം. പിന്നെ ഇളകുന്ന രീതി ചെയ്താൽ മതി. ഒരുപാടിട്ട് ചെത്തിക്കഴിഞ്ഞാൽ ആ പട്ട പൊട്ടി പാലൊലിക്കാൻ കാരണമാവുന്നുണ്ട്. അപ്പോൾ ഒരുപാടിട്ട് പിടിക്കണം. നമ്മുടെ ഈ പിന്ന് മാത്രം ഇളകത്തക്ക രീതിയിൽ ഇങ്ങനെ ചെയ്താൽ മതി. ഉണ്ടോ, ഇപ്പോൾ ഒരു പിന്നുണ്ട്, നമുക്ക് ഈ പിന്നൊന്ന് ഇളകി കളയണം, അത്രയേ ഉള്ളൂ. ഒരുപാട് ഇത് ചെത്തേണ്ട കാര്യമില്ല. ചെത്തിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ പട്ട പൊട്ടി പാലൊലിക്കാൻ കാരണമാവുന്നുണ്ട്. നമ്മുടെ ഈ പിന്നിളകി പോകത്തക്ക രീതിയിൽ നമ്മൾ ചെയ്താൽ മതി. അല്ലെങ്കിലാണ് ഇതുപോലെ പാലൊലിക്കും വെട്ടുപട്ടയാകുമ്പം. നമുക്ക് ഈ പിന്നെ ഇളകി പോകണം, അത്രയേ ഉള്ളൂ. നമ്മൾ ഈ പശ ഇളകി പോയില്ലെങ്കിലും കുഴപ്പമില്ല. ഇപ്പം മരം എന്ന് പറയുന്നത് ജീവനുള്ളൊരു മരമാണ്. അതിനിപ്പോൾ സംസാരിക്കാൻ പറ്റത്തില്ലെന്നേ ഉള്ളൂ. ഇപ്പോൾ നമ്മുടെ ഒരു കാലിലൊരു മുള്ള് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്തുമാത്രം അസ്വസ്ഥത, അതേപോലെ തന്നെ ആയിരിക്കും ഇത് ഈ റബ്ബർ മരത്തിലൊരു പിന്ന് കയറിയിരിക്കുമ്പോൾ ഉള്ള സ്ഥിതിയും. കണ്ടോ, ഇപ്പോൾ ഈ ഭാഗത്ത് ഇതെല്ലാം പോയി, പിന്നെല്ലാം പോയിട്ടുണ്ട്. ഇത്രയും ചെയ്താൽ മതി. ഇത് ഒരുപാടിട്ട് ചെത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ പട്ട പൊട്ടി പാലൊലിക്കാൻ കാരണമാകും. നമ്മൾ പിന്നെ ഇളകി പോകണം, അതാണ് പ്രധാനം. പക്ഷേ ഷെയ്ഡ് ആകുമ്പോഴത്തേക്ക് നമുക്ക് കുഴപ്പമില്ല. കുറച്ച് പൊക്കിയാണ് ഇടുന്നത്. നമുക്ക് ഇച്ചിരി കനത്തി ചെത്തി കഴിഞ്ഞാൽ നമ്മുടെ പട്ടയ്ക്ക് കുഴപ്പം വരുന്നില്ല. ഇത്രയും കളഞ്ഞാൽ മതി. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു ഭാഗത്ത് ഈ വെട്ടുന്ന സമയത്ത് നമ്മുടെ കത്തിക്ക് പ്രശ്നം വരത്തില്ല. നമ്മുടെ ഈ റബ്ബറയിൽ പിടിച്ചിരിക്കുന്ന പിന്നും പോയി, റബ്ബറിനും കുഴപ്പമില്ല. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഞാനിങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയെങ്കിലും നമ്മൾ പ്രധാനമായിട്ടും ചെയ്തിരിക്കണം. ഞാൻ എൻ്റെ തോട്ടത്തിൽ ഇങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഇങ്ങനെയൊക്കെ ചെയ്യുക, അത് വളരെ നല്ലതാണ്. ചിലർ നല്ല വൃത്തിക്ക് ഇങ്ങനെ ചിരണ്ടി തുരിശും കുമ്മായൊക്കെ തേക്കുന്ന കാണാം. അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് പ്രധാനമായിട്ട് ഈ പിന്നെ ഇളകി പോകണം, ആ രീതിയിൽ ചെയ്യുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണാൻ ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവരും ഇങ്ങനെയൊക്കെ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. ഈ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ എത്താം. എല്ലാവർക്കും എൻ്റെ നന്ദി.